എന്താണ് സയന്റിഫിക് ടെമ്പർ, എന്താണ് സയന്റിഫിക് നോളജ് എന്നതിനെ കുറിച്ച് പറയാം. എന്താണ് ശാസ്ത്രീയ മനോവൃത്തി, എന്താണ് ശാസ്ത്രീയമായ അറിവ്, ഇത് രണ്ടും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു വിശകലനം നടത്താം. കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം. ആർട്ടിക്കിൾ 51H ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് it shall be the duty of every citizen of India to develop scientific temper, humanism and spirit of inquiry and reform. ഇങ്ങനെയാണ് പറയുന്നത്. ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവരും ശാസ്ത്രീയ ചിന്താഗതി, ശാസ്ത്രീയ മനോവൃത്തി, മാനവികത, അന്വേഷണ ത്വര, പരിഷ്കരണ ബോധം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് നമ്മുടെ ഭരണഘടന നമ്മോട് തന്നെ പറയുന്നത്. ഇത് 1976 ഇന്ദിരാഗാന്ധി 42ാം അനുച്ഛേദമായി ചേർത്തതാണ്. ലോകത്തിൽ ഒരു ഭരണഘടനയും സ്വന്തം പൗരന്മാരുടെ ഇത്തരത്തിൽ സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം, ശാസ്ത്രീയ മനോവൃത്തി ഉണ്ടാവണം, അന്വേഷണ ത്വര വേണം, മാനവികത വേണം എന്ന് ഒരു ഭരണഘടനയും അവരുടെ ഭരണഘടനയിൽ അവരുടെ പൗരന്മാരോട് ആഹ്വാനം ചെയ്യുന്നില്ല. ഒരു ഭരണഘടന മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ ഭരണഘടനയാണ്. സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് കൂടുതലായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ കുറച്ചുകൂടി സയന്റിഫിക് ആയി കുറച്ച് നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കുറച്ച് ടെമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുസ്മരണാർത്ഥമായിരിക്കാം ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി സ്വന്തം പിതാവിന്റെ അനുസ്മരണാർത്ഥം ഈ സയന്റിഫിക് ടെമ്പർ എന്ന വേർഡ് 1976 ഭരണഘടനയിൽ ഇൻസെർട്ട് ചെയ്തു. സയന്റിഫിക് ടെമ്പർ ആൻഡ് സയന്റിഫിക് നോളജ് ഇതെന്താണെന്ന് നമുക്ക് ഒരു ചെറിയൊരു രീതിയിൽ പഠനം നടത്താം. ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, എന്തിനാണ് സയന്റിഫിക് ടെമ്പർ പറയുന്നതെന്ന്. സയൻസ് എന്ന് പറയുന്നത് സയൻസ് പഠിച്ച ആൾക്കാരുടെ പുസ്തകമല്ലേ. സയൻസ് കൂടുതൽ ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടേഴ്സ്, അങ്ങനെ കൂടുതൽ സയൻസുമായി ആഭിമുഖ്യമുള്ള ആൾക്കാരല്ലേ സയൻസിനെ പറ്റി സംസാരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ എന്തിനാണ് സയൻസിനെ കുറിച്ച് ചോദിക്കുന്നത്, സംസാരിക്കുന്നത് പലരും സംശയിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത് ആർക്കും സംസാരിക്കാം. ഒരു 8ാം ക്ലാസ്സുകാരനും സംസാരിക്കാം, ഒരു 8ാം ക്ലാസ് തോറ്റ ആർക്കും സംസാരിക്കാം. ആർക്കും ഈ സയന്റിഫിക് ടെമ്പർ സ്വയം വളർത്തിയെടുക്കാം. എന്നാൽ സയന്റിഫിക് നോളജ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് നോളജ് ആണ്. അത് ഒരുപാട് വായിച്ചിട്ടുള്ള അറിവാണ്. ഓർമ്മശക്തി പരീക്ഷിക്കുന്ന പോലെയുള്ള ഒരു വസ്തുതയാണ്. ഇതുകൊണ്ടുള്ള സയന്റിഫിക് നോളജ് കൊണ്ടുള്ള ഒരു ഗുണം എന്താണ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ജോലി സമ്പാദനത്തിന് പറ്റും, ഒരു പരീക്ഷ പാസ്സാകാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാമാണ് സയന്റിഫിക് നോളജ് കൊണ്ടുള്ള ഉപയോഗം. എന്നാൽ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ഒരു അന്വേഷണ ത്വരയാണ്. നമ്മൾ തന്നെ എന്താണ് മറ്റുള്ളവർ പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ, എന്താണ് ഇതിന്റെ വസ്തുത എന്ന് സയൻസിന്റെ മാർഗം ഉപയോഗിച്ച് സയൻസ് ആകുന്ന ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, സയൻസിന്റെ ഒരു ടൂൾ പോലെ നമുക്ക് എന്തൊക്കെയാണ് അന്വേഷണം നടത്തേണ്ടത്, എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന് സയൻസ് മുഖേന നമുക്ക് ശ്രമിക്കുന്നതാണ്. ഒരു സത്യാന്വേഷണം എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഈ സയന്റിഫിക് ടെമ്പറിനെ ഞാൻ നിർവഹിക്കുന്നത്. ഇതിനൊരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പഴയ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം, അദ്ദേഹം ഒരു നല്ലൊരു പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ശാസ്ത്രജ്ഞനാണ്, ISROയിൽ പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് ഒരുപാട് നോളജ് ഉണ്ട്, ഒരുപാട് സയന്റിഫിക് നോളജ് ഉണ്ട്. ഈ മിസൈൽ രംഗത്ത് ഒരുപാട് നോളജ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഒരു നല്ല പ്രസിഡന്റാണ്. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രസിഡന്റുമാരിൽ തന്നെ നല്ലൊരു പ്രസിഡന്റാണ് അബ്ദുൽ കലാം. പക്ഷെ അദ്ദേഹം ഇത്രയൊക്കെ നോളജ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് സയന്റിഫിക് ടെമ്പർ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറയാം. അതിന് ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത്, അദ്ദേഹം ഇത്രയൊക്കെ നോളജ് ഉണ്ടെങ്കിലും അദ്ദേഹം പല ദൈവങ്ങളുടെ ആശ്രമങ്ങൾ സന്ദർശിക്കുകയും അവരിൽ നിന്ന് അനുഗ്രഹം തേടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശ്രമ സന്ദർശനം, ഈ അനുഗ്രഹം തരം സയന്റിഫിക് ടെമ്പർ ഉണ്ടെങ്കിൽ ഈ മനുഷ്യ ദൈവങ്ങൾ എന്താണ് ചെയ്യുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെയുള്ള ഒരു വിശകലനം നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് മുതലുള്ളൂ എന്നുള്ളതാണ്. ഈ സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുന്നതിന് നമ്മൾ ചില കാര്യങ്ങൾ പൂർണ്ണമായും നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്ന് മാറ്റിയേ മതിയാവും. അങ്ങനെയുള്ള ചില കാര്യങ്ങളെ പറ്റി പറയാം. അതിലൊന്നാണ് ട്രഡീഷൻ. ട്രഡീഷൻ എന്തോ വലിയ നല്ല കാര്യമാണ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ. ഇത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ആയുർവേദം എന്തോ ഒരു മഹത്തരമായ കാര്യമാണ്. നമ്മുടെ ചികിത്സാ രംഗത്ത് നമ്മുടെ പൂർവികന്മാർ ഭാരത സംസ്കാരത്തിന്
ഇതിന്റെ വലിയൊരു സംഭാവനയാണ് എന്ന രീതിയിൽ പലരും വ്യാഖ്യാനിക്കുന്നതാണ്. എന്നാൽ ആധുനിക യുഗത്തിൽ എന്താണ് ആയുർവേദത്തിൽ ഉള്ളത്, അങ്ങനെ ഒരു വിശകലനം നടത്തിയ മതി. ആയുർവേദത്തിനെ പറ്റി വിശകലനം നടത്തുമ്പോൾ എന്താണ് ചരക സംഹിത, എന്താണ് അതിൽ പഠിപ്പിക്കുന്നത്, ആയുർവേദ ഡോക്ടർമാർ എന്താണ് പഠിക്കുന്നത്, വാദപിത്ത കവ എന്താണ്, ഇങ്ങനെയുള്ള പല വിശകലനങ്ങളിലും നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നോളജിനെ ക്രിട്ടിക്കലായിട്ട് വിമർശിക്കാൻ കഴിയൂ, അനലൈസ് ചെയ്ത് അതിൽ നിന്ന് വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ട്രഡീഷണൽ ആയിട്ടുള്ള പല പല വിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ തിങ്കളാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ നല്ല ഭർത്താവിനെ കിട്ടും, ഈ വാസ്തു വാസ്തു ജ്യോതിഷം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു നോളജ് വരുന്നതാണ്. പിന്നെ വരുന്നതാണ് അതോറിറ്റി. ഒരു അതോറിറ്റി പറയുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ട് അത് പൂർണ്ണമായും അത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാര്യമെന്ന് മനസ്സിലാക്കാതെ അത് അംഗീകരിക്കുകയോ ചെയ്യരുത്, അങ്ങനെയുള്ള ഒരു കാര്യം കൂടി. ഇപ്പോ WHO പറയുകയാണ് യോഗ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് WHO പറയുന്നത് കൊണ്ട് മാത്രം നല്ലതാണ് എന്ന് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ യോഗയെ വിശകലനം ചെയ്യണം. അതെന്താണ് അഡ്വാൻറ്റേജസ്, എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ്, ഇത് രണ്ടും മനസ്സിലാക്കി അതിൽ നമ്മൾ പ്രോൺസ് ആൻഡ് കോൺസ്, അതായത് എവിടെയാണ് നല്ലത്, എവിടെയാണ് നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജസ് ഉള്ളത്, അത് യോഗയിലുണ്ടെങ്കിൽ യോഗ എടുക്കാം, യോഗക്ക് ഇല്ലെങ്കിൽ അത് തള്ളിക്കളയാം. ഇപ്പൊ നിലവിൽ യോഗക്ക് കൂടുതലായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് അത് തള്ളിക്കളയാം. അതൊരു അതോറിറ്റി പറയുന്നത് നമ്മൾ അത് അംഗീകരിക്കണമെന്നില്ല. പിന്നെ ഡോഗ്മാറ്റിക് ചിന്താഗതി, അതായത് ഡോഗ്മാറ്റിക് ചിന്താഗതിയിൽ വരുന്നതാണ് ഈ മതപരമായ ബൈബിൾ, ഖുർആൻ, ഈവൻ ഡയലറ്റിക്കൽ മെറ്റീരിയലടക്കം വരുന്നത് ഈ പ്രത്യയശാസ്ത്രത്തിൽ വരുന്നതാണ്. ഇതിലെല്ലാം എന്തോ സംഭവങ്ങളുണ്ട് എന്നുള്ള ഒരു പിടിവാശി, അതാണ് ഡോഗ്മാറ്റിക്. അത് അത്തരത്തിലുള്ള ചിന്താഗതി മാറ്റിവെച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സയന്റിഫിക് ടെമ്പർ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നാലാമത്തെ ഒരു കാര്യമാണ് റെഗുലേഷൻ. റെഗുലേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വെളിപാട് എന്നാണ് അർത്ഥം. അതായത് നമുക്ക് ഒരു എന്തൊക്കെയോ കഴിവുകളുണ്ട് ആ വ്യക്തിക്ക്. പിന്നെ ഫോർ എക്സാമ്പിൾ മുഹമ്മദ് നബിക്ക് ദൈവത്തിൽ നിന്ന് എന്തോ ഇറക്കി കൊടുത്തിട്ടുണ്ടോ, അതുകൊണ്ട് മുഹമ്മദ് നബി പറയുന്നതെല്ലാം കറക്റ്റാണ്. പല ആൾദൈവങ്ങളും ഇത്തരത്തിലുള്ള സൂക്ഷ്മങ്ങളാണ് മനുഷ്യന്മാരോട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ വിശകലനം ചെയ്ത് ഇത് മാറ്റിവെച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ കൂടുതൽ സയന്റിഫിക് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യുക, ക്രിട്ടിക്കലായിട്ട് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുക, എന്താണ് സംഭവം. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ സയൻസ് ടൂളാവുന്ന സയൻസ് എന്ന ഒരു മാർഗത്തിൽ കൂടി എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതുവഴി ചെയ്യേണ്ടത്. ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുക. പിന്നെ ക്രിട്ടിക്കൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ആസ്ക് ക്വസ്റ്റ്യൻ, അതായത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം, ഹൗ, വാട്ട് എന്നുള്ള ചോദ്യങ്ങൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കാൻ കഴിയും. ഇങ്ങനെ ഓരോ കാര്യത്തിലും കൂടി സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കാൻ കഴിയും. നമ്മൾ ഭരണഘടന തന്നെ നമ്മളോട് അനുശാസിക്കുന്നത് ഇത്തരത്തിൽ സയന്റിഫിക് ടെമ്പർ ഓരോ പൗരനും വളർത്തിയെടുക്കണം. അങ്ങനെയാണ് ഭരണഘടന നമ്മളോട് ആഹ്വാനം ചെയ്തത്, നിർദ്ദേശിക്കുന്നത്. ഈ സയൻസിന് മാത്രമേ ഇനി നമുക്ക് വിശ്വസിക്കാനും നമ്മുടെ മനുഷ്യരാശിയുടെ സുരക്ഷിതത്വം സയൻസിനെ ആശ്രയിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് നമുക്ക് ജീവിക്കാൻ കഴിയൂ. ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു ആസ്ട്രോയിഡ് മെക്സിക്കോയിൽ പതിച്ചത് കാരണം ദിനോസറുകൾ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും, ദിനോസറുകൾ മാത്രമല്ല ആ സമയത്ത് എന്തൊക്കെ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും ഏകദേശം 75% ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. അതിന് കാരണം ഈ ഒരു ആസ്ട്രോയിഡ് വന്നിട്ട് ഭൂമി പിടിച്ചത് കാരണമാണ്. കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായി. അങ്ങനെയുള്ള പല കാരണങ്ങൾക്കും തുടർച്ചയായി ആ സമയത്ത് ആസ്ട്രോയിഡ് ഭൂമി പതിച്ചിരുന്നു. അങ്ങനെയാണ് വംശനാശം സംഭവിച്ചത്. അതുപോലെ അതിനെതിരായിട്ട് അത് എങ്ങനെ നമുക്ക് തടയാൻ കഴിയും എന്ന ഒരു ചിന്താഗതിയാണ് നാസ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു പരീക്ഷണം നടത്തിയത്. സ്പേസിലേക്ക് ഒരു പരീക്ഷണം നടത്തി. അതിന്റെ പേരാണ് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതായത് ഈ ഒരു പേടകത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം 1,10,00,000 കിലോമീറ്റർ അകലെ 2 ആസ്ട്രോയിഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 2 ആസ്ട്രോയിഡ് മീൻസ് ഒരു ഗ്രഹവും അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപഗ്രഹവും. ആ ഗ്രഹത്തിന്റെ ആ ഒരു ഗ്രഹത്തിന്റെ പേരാണ് ഡിമോസ്. അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹത്തിന്റെ പേരാണ് ഡിമോർഫിസ്. ഡിമോർഫിസ് എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ
അതിന് ഇങ്ങനെ ഒരു ഭൂമി ഫ്യൂച്ചറിൽ ഭാവിയിൽ ഇന്ത്യയിലല്ല ലോകത്തിൽ ഇങ്ങനെ ഒരു ആസ്ട്രോയിഡ് അറ്റാക്ക് ഉണ്ടായാൽ അതെങ്ങനെ തടയാം എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചിരുന്ന ആ പരീക്ഷണമാണ് ഡാർക്ക് എന്ന് പറയുന്നത്. അത് സൂര്യാകാശത്തിൽ പോയി ഏകദേശം 1.1 കിലോമീറ്റർ സഞ്ചരിച്ച് അത് ഡിമോർഫിസ് എന്ന് പറയുന്ന ആ ഒരു ഉപഗ്രഹത്തിൽ ചെന്ന് പതിക്കുകയും അതിന്റെ സഞ്ചാരപാത തെറ്റിക്കുകയും ഏകദേശം അത് അതിന്റെ ഉപഗ്രഹത്തെ ചുറ്റി നിൽക്കുന്ന 11 മണിക്കൂറും 55 മിനിറ്റ് വരുന്നു. അപ്പോൾ ഇത് ഈ ഡാർക്ക് പോയി അവിടെ ഇടിച്ചതിന് ശേഷം അതിൽ വ്യത്യാസം വന്നു. ഇങ്ങനെ അതിന്റെ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 10 മണിക്കൂറും ഏതാനും മിനിറ്റുകളുമായി ചുരുങ്ങി. അപ്പോൾ ഫ്യൂച്ചറിൽ ഇനി എന്തെങ്കിലും ഇങ്ങനെ ഒരു അറ്റാക്ക് ഭൂമിയിൽ ഉണ്ടാവും, അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇനി അടുത്ത പരീക്ഷണം നടക്കാൻ പോകുന്നത് 2024-ലാണ്. ഇപ്പൊ ഈ പരീക്ഷണങ്ങളെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞത് ഇങ്ങനെയുള്ള ഓരോ പരീക്ഷണങ്ങളെ കൂടിയാണ് സയൻസ് മുന്നോട്ട് പോകുന്നത്. സയൻസിന് മാത്രമേ ഇനി മനുഷ്യരാശിയെ സംരക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും കഴിയൂ.